ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ജഡായു എർത്ത് സെന്ററിലാണ്. ഇത് ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കുട്ടികൾക്ക് അറിയില്ല കേട്ടോ ഇന്ന് എവിടേക്കാണ് പോകുന്നതെന്ന്. ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതി. ഇന്ന് പോകുന്ന എവിടാന്ന് അറിയാവോ? ജഡായിപ്പാറ. ഇപ്പഴാ? ഓ, നന്നായി പോവാ. 2:10 ഉള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. ചേച്ചി കുളിക്കാൻ പോവാ. പോയിക്കൊണ്ടിരിക്കുന്നത് ചടയമംഗലം ജഡായിപ്പാറ. ഇവിടെ എല്ലാരും അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാല് പെട്ടെന്ന് അറിയുന്നത്. ഇവിടെ വഞ്ചിയിൽ പൈസയുടെ അടി നടക്കുവാണ് പിള്ളേരുടെ. നമ്മള് ജഡായിപ്പാറയിൽ പോവാ ഗൈസ്. ഞങ്ങളിപ്പോ ദൂരേന്ന് കണ്ടായിരുന്നേ, അവരെടുത്തില്ല. പക്ഷെ എടുക്കാൻ പറ്റില്ല. അതെ, മറന്നു പോയി. പെട്ടെന്ന് പോയി കേട്ടോ. അത് വരുമ്പോ ഞങ്ങൾ കാണിച്ചു തരാവേ. പറ, ഞങ്ങളത് വരുമ്പോ കാണിച്ചു തരാവേ. ഇവിടെ നോക്കി പറ. നമ്മളത് വരുമ്പോ കാണിച്ചു തരാവേ. അതുകൊണ്ടേ കണ്ടോ ഗൈസ്, നമ്മൾ അവിടെ കേട്ടോ പോന്നെ. മയിലിന്റെ പടമല്ലേ ഇതിനകത്തുള്ള? പരുന്തിന്റെ പടമല്ലേ? മയിലിന്റെ മൂക്ക് ഇങ്ങനെ മൂക്കിരിക്കുന്നത്. ഇങ്ങനെ പരുന്തിന് മൂക്കി ഇങ്ങനെ മൂക്കിരിക്കുന്നത്. മൂക്കല്ല, ചുണ്ടാ. ചുണ്ട് കാണുമ്പോ മൂക്ക പിന്നെ. അയ്യോ പക്ഷെ അത് കാണുന്നുണ്ടോ പോലെ. ഇതിന്റെ കഥ നിങ്ങക്ക് പറഞ്ഞുതരാവേ. ഇത് സീതയും രാവണനും നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എനിക്ക് അറിയത്തില്ല, പേരറിയത്തില്ല കേട്ടോ. ഇവര് ഒരാള് സീതയെ പിടിച്ചോണ്ട് പോകുമ്പോ അത് കാണുന്നത് ആരാ? രാവണൻ സീതയെ പിടിച്ചോണ്ട് പോകുമ്പോ അത് കാണുന്നതാണ് ഈ ജഡായു. അപ്പൊ അത് കണ്ടിട്ട് ആരാ വരുന്നേ? രാവണോ? ഞാൻ പറഞ്ഞിട്ടെ, ഞാൻ ഒന്നുകൂടെ പറയാം. രാവണൻ എനിക്ക് അമ്മ കേട്ടോ പറഞ്ഞിരുന്നേ. രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോ ഈ ജഡായു കാണും. അങ്ങനെ കണ്ടിട്ട് ഒരു പുഷ്പ വിമാനത്തിന്റെ കൂടെ കൊണ്ടുപോന്നെ. അപ്പൊ ഇതിന് പറക്കാൻ പറ്റൂലോ. അങ്ങനെ പറന്നു പോയിട്ട് സീതയെ കൊണ്ടുപോലെന്ന് പറയുമ്പോ രാവണൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ജഡായുവിന്റെ ഒരു ചിറകങ്ങ് വെട്ടിക്കളയും. അങ്ങനെ അത് അവിടെ തന്നെ കിടന്ന് രാവണ ആരാ വരുന്നേ? താഴെ വീണ് ആരാ വരുന്നത് സീത രക്ഷിക്കാൻ? രാമൻ. അത് പറയാൻ വേണ്ടി അതേപോലെ അവിടെ കിടക്കും. അതാണ് ഗായ്സ് തോണ്ട് അവിടെ അങ്ങനെ അതേപോലെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനിയും പറയാനോ? മറ്റേ പുഷ്പമരത്തിന്റെ അവിടെ ഞാൻ തന്നെ പറയാം. പണ്ട് മലയാളം സെക്കൻഡൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ രാമന്റെ സീതയുടെ ഒക്കെ കഥകളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എക്സ്ട്രയും കൂടെ പറഞ്ഞു തരുമായിരുന്നു സാറന്മാരൊക്കെ. ഈ രാമായണവും മഹാഭാരതവും ഒക്കെ കഥകളൊക്കെ സ്റ്റോറീസൊക്കെ അറിയായിരുന്നു.
അപ്പൊ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഈ ജഡായുവിന്റെ ഒരു സ്റ്റോറി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ജഡായു പാറയുടെ ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, രാവണൻ പുഷ്പവിമാനത്തിൽ വന്ന് സീതയെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു സംഭവം നടക്കുമ്പോൾ ജഡായു ഇങ്ങനെ പറന്നു പോയിട്ട് കൊണ്ടുപോകരുതെന്ന് പറയും. അപ്പൊ രാവണൻ ജഡായുവിന്റെ ചിറക് രണ്ടും അരിഞ്ഞ് കളയും. അപ്പൊ ജഡായു ഒരു ചിറക് അരിഞ്ഞു കളയും. അന്നേരം ജഡായു താഴേക്ക് വീണ ആ പാറയുടെ മുകളിൽ കിടക്കും. അപ്പോൾ രാമൻ വരുമ്പോ രാമൻ സീത അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഈ ജഡായു ഇങ്ങനെ മരിക്കാതെ അത് പറയാൻ വേണ്ടി ഇങ്ങനെ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ രാമൻ ചോദിക്കും സീതയെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ ജഡായു ആണ് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന്. അതിനുശേഷം ജഡായു മരിക്കുകയും ചെയ്യും. മരിക്കുവോ? ഇതേ രാവണൻ തട്ടിക്കൊണ്ടുപോയ വിവരം രാമനോട് പറഞ്ഞിട്ട് ജഡായു മരിക്കും. അങ്ങനെയാണ് ഐതിഹ്യം. ചിറക് വെട്ടിക്കൊണ്ടാണോ മരിക്കുന്നേ? അതൊക്കെ എന്തൊരു ക്വസ്റ്റ്യൻ. അതൊരു ഇതില്ലാത്തൊരു കഥയോ, പക്ഷെ സത്യം കേട്ടോ. അതുകൊണ്ടല്ലേ അവിടെ അങ്ങനെ പറയുന്ന എല്ലാരും. ഇതില്ലാത്ത കഥ, ഏതില്ലാത്ത കഥ? ഒരു തുടക്കവും ഒരു അവസാനവും ഇല്ലാത്തൊരു കഥ. ആര് പറഞ്ഞു? രാമായണത്തിലെ ഒരു ഭാഗം ഇത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം അതിനടുത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രാമന്റെയോ അറിയോ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. നല്ല രസം അത് കാണാൻ. ക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രം അതിനോടൊപ്പം ഉണ്ട്. ജഡായുപ്പാറ നമ്മൾ വരുമ്പോ ഒരു വൈകുന്നേരം സമയം വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ വരുന്നതായിരിക്കും നല്ലത്. ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ ആണെങ്കിൽ കുറച്ച് വെയിലിനൊരു കാഠിന്യമൊക്കെ കുറയും. അല്ലേ ഇത് പാറ വെച്ചാണോ? ക്യാഷ് പേയ്മെന്റ് അല്ലേ? ഓൺലൈനാണേ. ഓൺലൈനാണോ? അതൊക്കെ കൗണ്ടറിലെ ഓൺലൈൻ പേയ്മെന്റ് ആണ്. അമ്മ ഞാൻ ഒരിക്കൽ ആളുടെ ചുണ്ടത് എങ്ങനെ ഇരിക്കുന്നത് നോക്കട്ടെ. കൊള്ളത്തില്ല. ലിപ് ഗ്ലോസ് ഇട്ടതാ. ഗ്ലോസ് നോക്കട്ടെ ഇത് നോക്കട്ടെ. രണ്ടും സെയിം ആ ഇരിക്കുന്നേ. കട്ടിപ്പൊളിയില്ലേ ഇവിടെയൊക്കെ കാണാൻ? ഈന്തപ്പനകളൊക്കെ ഉണ്ടല്ലോ. ഒന്ന് ഭംഗിയുള്ള സ്ഥലം. നമ്മളോട് അടുത്തായിട്ടൊക്കെ വരാൻ ഇവിടെ. ഇവിടെ എപ്പോഴും നല്ല തിരക്കാണെന്ന് തോന്നില്ലേ? ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവ് പോൽ വരൂ വരൂ. അമ്മൂസ് ഇന്ന് സ്കൂളിൽ പോയ വഴിക്ക് ഞങ്ങളെ തട്ടിക്കൊണ്ട് വന്നതാ. അമ്മൂസിനേക്കളെ എന്റെ ബാഗൊക്കെ എന്ത് സ്കൂൾ ബാഗൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് വിട്ടില്ലല്ലേ? ടീച്ചർ കുഞ്ഞിനെ വിട്ടായിരുന്നോ? എവിടെ പോണ്ടെന്ന് പറഞ്ഞോ? ഇപ്പം ടീച്ചർ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞോ? കുഞ്ഞിനെ ക്ലാസ് തീരുന്നതിന് മുമ്പല്ലേ ഞങ്ങളൊന്ന് വിളിച്ചോണ്ട് വന്ന ചേച്ചി വന്ന കുഞ്ഞ്. വൈകിട്ടൊന്നും ആയില്ലല്ലോ. അമ്മ കൈ പിടിക്കുന്നില്ല വണ്ടി. അമ്മുക്കുട്ട അമ്മുക്കുട്ടനോ പാവം. കേബിൾ കാർ കേട്ടോ. 3 ഉള്ളൂ.
മാമുഷി നമ്മളെവിടെ പോവാ? അയ്യോ കുലുങ്ങുന്നേ. കൊള്ളാം കേട്ടോ, സൂപ്പർ. ഞങ്ങളും കൂടെ അമ്മ ഉപ്പുറത്ത് വന്നിരി. ഇല്ല. ഇങ്ങനെ തൊട്ടിലാട്ടുന്ന പോലെ ആട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാനങ്ങ് വരട്ടെ അമ്മ. സൂപ്പർ സൂപ്പർ. സെറ്റ്. നമ്മളിപ്പോ എന്തൊരു ഹൈറ്റിലാ നോക്കുക. ഹായ്, നമുക്ക് അമ്മ കരട് നോക്കിക്കേ. ഫോട്ടോ എടുക്കച്ചുള്ളത് നല്ല പൊക്കത്തിങ്ങനെ നോക്കൊണ്ടിരിക്കുമല്ലോ. ചെവി ചെറുതായിട്ട് അടയ്ക്കുന്ന അതിന് മനസ്സിൽ പേടി തോന്നുന്നുണ്ടോ? നോക്കി കുഴിയോ താഴെ നോക്ക് താപോട്ട്. ഇത് പുതിയതാ. ഇത് രാമൻ സീതയെ കൊണ്ട് ഒളിച്ചു വെച്ചതാ. നമുക്ക് ടൗസ്. ഒളിച്ചു വെച്ച സ്ഥലം അത്. പേടി അടിക്കല്ലേ, അതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? വേണം വിശ്വസിച്ചാ മതി. ഇതെന്തോ അത് ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യുന്ന സ്ഥലം, ഹെലികോപ്റ്റർ വന്നത് ലാൻഡ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഒന്നങ്ങ് നിന്നല്ലോടെ, ഇവിടെ ഒന്നങ്ങ് നിന്ന് കേട്ടോ. വലിയ പോലെ ഡാൻസ് കളിക്കാണോ അമ്മ? ഡാൻസ് കളിക്കാണോ? ഡാൻസ് കളിച്ചോണ്ട് പോകോ. താഴോട്ടേക്ക് നോക്ക്. നോക്കാം. മുകളിലേക്ക് 3 താഴേക്ക് 3. അവരിങ്ങോട്ട് വീഡിയോ എടുക്കാൻ നമ്മൾ അങ്ങോട്ട്. ഇപ്പൊ ഒരു കുലുക്കം കുലുങ്ങായിരുന്നു കേട്ടോ. 3 അല്ലെന്ന് തോന്നുന്നല്ലോ, കൊറേ പോകുന്നുണ്ട്. തൊട്ടിലി ആടുവാണോ? തെറ്റിയാണോ? തൊട്ടിൽ ഇങ്ങനെ ആടുന്നുണ്ടോ? എനിക്ക് അങ്ങനെയല്ല. എനിക്ക് കാണുന്നുണ്ടോ? സ്ഥലം എത്താറായി ഗൈസ്. ഭയങ്കര തൊട്ടിലാട്ടമാണ്. സെറ്റില്ലേ, പൊളിച്ച്. മ്യൂസിക് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റോറിയാണോ തോന്നുന്നു ഇവിടെ എഴുതി വെക്കുന്നത്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. ചവിട്ടരുത്. ഞാൻ പറഞ്ഞ സ്റ്റോറി അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്.
ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ശ്രീരാമന്റെ ധർമ്മപത്നി സീതയെ ലങ്കാധീപനായ രാവണൻ അപഹരിച്ച പുഷ്പവിമാനത്തിൽ ആകാശമാർഗ ലങ്കയിലേക്ക് പറന്നു. സീത തന്നെ രക്ഷിക്കാനായി രാമലക്ഷ്മണന്മാരെ വിളിച്ചു കരഞ്ഞു. ആ രോദനം കേട്ട് ആപത്ത് മനസ്സിലാക്കിയ ജടായു രാവണനെ ആകാശത്ത് വെച്ച് തടഞ്ഞു. തന്റെ കൊക്കും നഖവും കൊണ്ട് രാവണനുമായി യുദ്ധം ചെയ്തു. ശക്തനായ ജടായുവിനോട് പൊരുതി നിൽക്കാൻ രാവണന് കഴിഞ്ഞില്ല. ഒടുവിൽ തന്റെ ചന്ദ്രഹാസം എന്ന അത്ഭുത വാളുകൊണ്ട് രാവണൻ ജടായുവിന്റെ ഒരു ചിറകരിഞ്ഞു. ചിറകറ്റ് ജടായു താഴേക്ക് വന്ന് വീണത് ഈ പാറമുകളിലായിരുന്നു എന്നാണ് ഐതിഹ്യം. ശ്രീരാമനെ വിവരം ധരിപ്പിക്കുന്നതുവരെ ജീവിച്ചിരിക്കുമെന്നൊരു വരം കൂടി സീത ജടായുവിന് നൽകിയിരുന്നു. മൃതപ്രായനായ ജടായുവിന് ഈ പാറ ദാഹജലം നൽകി. സീതയെ തേടി അലഞ്ഞ രാമലക്ഷ്മണന്മാർ ഒടുവിൽ ഇവിടെ എത്തി ജടായുവിൽ നിന്ന് സീതാ അപഹരണത്തെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞു. ഇതാണ് ഗൈസ് സ്റ്റോറി. ഇനി എവിടെ പോണ്ടേ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ എന്തുവാ ഇഷ്ടപ്പെട്ട അമ്മൂസിനൊക്കെ? അമ്മൂസിന് ഇഷ്ടപ്പെട്ടോ? എന്റെ ദൈവമേ, ഇവിടെ വന്ന് ഫോട്ടോ എടുപ്പ് മാത്രം നടക്കുന്നുള്ളൂ. എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ല. എനിക്ക് നമുക്ക് ചായ കുടിച്ചാലോ? പിന്നെ ചായ കുടിക്കണ്ടേ? പിന്നെ ഐസ്ക്രീം മാത്രം കഴിക്കൂ. നമുക്കെങ്കിൽ ഇവിടെ നിന്നൊരു ചായ കുടിക്കും കേട്ടോ. ചായ ഉണ്ടോ? ചായ ഉഴുന്നൂടെ വേണോ? എന്ത് വേണ്ടേ? ഇങ്ങനത്തെ സംഭവങ്ങളെ അച്ഛനക്ക് ഇഷ്ടപ്പെടും. കൊള്ളാവാ പക്ഷേ മര്യാദക്ക് കുടിച്ചോ. എന്ത് കണ്ടാലും ഇങ്ങനത്തെ സാധനങ്ങൾ രണ്ടുപേരും വാങ്ങിക്കും കേട്ടോ. എന്നിട്ട് മുഖം ഇരിക്കുന്നുണ്ടോ? പുതിയ പുതിയ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങിക്കും. ചായ കുടിച്ചിരുന്നെങ്കിലോ? ചായ ഇത് കുടിക്കും. എങ്കിൽ പിന്നെ അത് വന്നപ്പോഴങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ വെള്ളം മതിയെന്ന്? അന്നേരം വെള്ളം പോരായിരുന്നു, ഈ കുപ്പിയിലെ വേണമായിരുന്നു. ഇപ്പൊ എന്താ കുടിക്കാ? ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു വ്യൂ കാണാൻ സൂപ്പറാണ്. ഭയങ്കര ചൂട്. ഇതിന്റെ ഫോണിന്റെ രാമന്റെ ക്ഷേത്രമാണോ അത്? അതെ, എല്ലാം നിനക്കറിയാലോ. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കിയാലോ? ചിരി തൂകി മലർത്താലും കൊണ്ടുവന്നതാര്? ഏഴുതിരി വിളക്കിന്റെ മുമ്പിൽ ചിരി തൂകി മലർത്താലും കൊണ്ടുവന്നതാര്? കനകമഞ്ചാടി പോലെ കനകമഞ്ചാടി പോലെ അഴകു തൂകുമി
എങ്ങനെ ഇതിന്റെ ഇട്ട് ഇങ്ങോട്ടോ ഇട് ഇത് വാങ്ങി ബോർഡിൽ ടച്ച് ചെയ്ത് ബോക്സിൽ വീഴുവാണെങ്കിൽ ഒരു ബൊമ്മ കിട്ടും. ഒരു ബോളിന് 100 രൂപ. അങ്ങനെ അർച്ചന അമ്മൂസിന് വേണ്ടി അമ്മൂസിനാണ് കൊടുക്കേണ്ടത്. പിന്നായ ചേച്ചി കളിച്ച് ഒരു ബൊമ്മയെ വാങ്ങി കൊടുക്കുന്നത് ആണ്. വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കണേടി. കുഞ്ഞ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡാണ്. പയ്യെ അറിയണം കേട്ടാക്കളെ. സൂക്ഷിച്ചെറി സൂക്ഷിച്ച് അങ്ങനെ പറയരുത്. ഒരു ഊഹത്തിനറി. അയ്യോ കളപ്പീരായി പോയല്ലോടെ. ഞാനെനിക്ക് ഇടട്ടെ. ഇട്ട് കാണീര്. ഇരുന്ന് നല്ല വെറുതെ പോയി കൊടുക്കും. അടിപൊളി. സെക്കൻഡ് റൗണ്ടാണ്. അതെ അതെ. അമ്മൂഷ് പറ, അഭിപ്രായം പറ അമ്മൂഷേ. മര്യാദക്ക് പറ. മക്കൾക്ക് വണ്ടിയൊക്കെ അമ്മ കാറൊക്കെ വാങ്ങിച്ചെന്നില്ലേ കുട്ടനെ? കാറൊക്കെ കുഞ്ഞിന് വാങ്ങിച്ചെന്നില്ലയോ? അപ്പൊ അവര് ബോൾ ഇട്ടാൽ മാത്രമേ തരത്തോളൂ. അമ്മ ബോൾ ഇട്ടിട്ട് കിട്ടിയില്ല, ചേച്ചി ബോൾ ഇട്ടിട്ടും കിട്ടിയില്ല. പിന്നെ നമ്മളെന്താ ചെയ്യും? അവര് നമ്മളെ അടിക്കാൻ എടുത്തു കഴിഞ്ഞു. അവർ തരത്തില്ല. അല്ലെങ്കിൽ അമ്മ വാങ്ങിച്ചു തരത്തില്ലേ കുഞ്ഞിന്? അല്ലെങ്കിൽ അമ്മ കുഞ്ഞിന് വാങ്ങിച്ചു തന്നെ. ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോ കേട്ടോ ഗൈസ്. അമ്മൂസ് കണക്കത്തിലാണ് പാവി വാങ്ങാത്തോണ്ട്. പാവി വാങ്ങിക്കാൻ പറ്റാത്തോണ്ടല്ലേ അമ്മു? നോക്കട്ടാ. കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴിയെ പോകും തിങ്കളേ. ഇത് ഇവിടുന്ന് വാങ്ങിച്ചതാ. മാറാൻ പോവല്ലേ? ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അസ്കതയുണ്ട് കേട്ടോ. കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുമല്ലോ. ഇത് നമുക്ക് അവിടെ നോക്കിയാലോ? ബ്രേസ്ലെറ്റുകൾ സൂപ്പറല്ലേ? കറുപ്പ് അത് തന്നെ. അങ്ങനെ തന്നെ വേണം. ചേച്ചിക്ക് നന്നോ ആണിയോ? നോക്കട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ജഡായിപ്പാറയൊക്കെ പോയി.
പിന്നെ ദാണ്ടെ PSC ഒക്കെ ചെയ്ത് ഈ മൂക്കുത്തിയും മാറ്റി നമ്മള് ഫുഡ് വാങ്ങിച്ചിട്ട് നമ്മള് വീട്ടിൽ പോവാട്ടോ. വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. ഞാൻ അവിടെ നിന്ന് കഴിക്കാനുള്ളൊരു ഇതില്ല. അപ്പൊ ഞങ്ങള് വീട്ടിൽ പോയി കഴിക്കുക. ചമ്മു ഒക്കെ ഉറങ്ങി. എനിക്കും കൂടെ ഒന്ന് പോയി അവിടെ ഉറങ്ങി. നാളെ എക്സാമാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നു. പിന്നെ എനിക്ക് ഒരു വേനയില്ലായിരുന്നു. പിന്നെ ഞാൻ അഭിനയിക്കുമായിരുന്നു കുറച്ച് വേനുള്ള പോലെ. അപ്പം ഞങ്ങള് പോവാണ് വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതും വരെ ബൈ.